गुठली तो पराई है കഹാനി കനക് ശശി. യൂं तो बड़ी बुआ യൂं तो बड़ी बुआ എന്ന് പറഞ്ഞാൽ പറയുകയാണെങ്കിൽ ബഡി ബുവ അച്ഛൻ്റെ സഹോദരി ഗുഠ്ലിക്കോ അച്ഛി ലഗ്തി ഹെ. ഗുഠ്ലിക്ക് അച്ഛി ലഗ്തി എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ്. പർ പക്ഷേ ഉൻസെ ബാത് കർണ അവരോട് സംസാരിക്കാൻ, അതായത് അച്ഛൻ്റെ ജ്യേഷ്ഠത്തി അല്ലെങ്കിൽ സഹോദരിയോട് സംസാരിക്കാൻ, ബാത് കർണ എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ. ഉസേ കുച്ച് ഖാസ് പസന്ദ് നെഹി ഹെ. ഉസേ കുച്ച് എന്ന് പറഞ്ഞാൽ അവളോട് ആ സ്ത്രീ ഗുട്ട്ലി എന്ന് പറഞ്ഞ ആ കുട്ടിക്ക് ഖാസ് പസന്ദ് നെഹി ഹെ, സംസാരിക്കാൻ അത്രയും താല്പര്യമില്ല. ആ അച്ഛൻ്റെ സഹോദരിയോട് സംസാരിക്കാൻ അത്ര ഇഷ്ടമല്ല. ബാത് കർണ എന്ന് പറഞ്ഞാൽ സംസാരിക്കുക എന്നാണ് അർത്ഥം. കുച്ച് ഖാസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ രീതിയിൽ, പസന്ദ് ഇഷ്ടം, നെഹി ഹെ. വൈസെ ബാത്തെ അഗർ ഖാനെ കി, വൈസെ പറയുകയാണെങ്കിൽ, ബാത്തെ അഗർ സംസാരം, ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ എന്നാണ് വൈസെ ബാത്തെ എന്ന് പറഞ്ഞാൽ. അഗർ ഖാനേക്ക് പറയുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ച്, കി യ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ, ഉൻകെ ബച്പൻ കി അല്ലെങ്കിൽ അവളോട് കുട്ടിത്തം ബാല്യകാലത്തെ കുറിച്ചും, തോ ഠീക്ക് ഹെ എന്ന് പറഞ്ഞാൽ അതങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. എന്ന് വെച്ചാൽ ഈ ഗുട്ട്ലിയോട് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചും അതുപോലെ ബാല്യകാലം കുട്ടിത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പർ നസീഹത്തെ പക്ഷേ നസീഹത്തെ ഉപദേശം വന്നവന ഉഫ്, ഇവിടെ ഉഫ് എന്ന് കാണാം. ഇവിടെ ഉഫ്, ഏസാ മത് കറോ ഇങ്ങനെ ചെയ്യരുത്. ഏസെ ഫട്ട് ഫട്ട് മത് ബോലോ, ഇതുപോലെ ഫട്ട് എന്ന് പറയുന്ന ഒരു രീതിയാണ്. അതായത് ഹിന്ദിയിൽ ഇതുപോലെ ഒരു രീതി ഉണ്ട്. ഇങ്ങനെ ഒരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നതിന് ഇതുപോലെ വാക്കുകൾ ഉപയോഗിക്കും അടുത്തടുത്ത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫട്ട് ഫട്ട് മത് ബോലോ, ഇതുപോലെ നിങ്ങൾക്ക് ഫട്ട്ഫട്ടായിട്ട് സംസാരിക്കില്ലേ. മത്ത് ബോലോ എന്ന് വെച്ചാൽ സംസാരിക്കില്ലേ. ഏസി ധം ധം മത്ത് ചലോ, അതുപോലെ ഇവിടെ ഏസെ എന്ന് വെച്ചാൽ ഇങ്ങനെ, ധം ധം എന്ന് പറഞ്ഞാൽ ഒരു നടത്തത്തെ ഉദ്ദേശിക്കുന്നതാണ്. ഒരു കാര്യത്തെ കട്ടി കൂട്ടാൻ അങ്ങനെ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ധം ധം മത്ത് ചലോ എന്ന് പറഞ്ഞ് നടക്കുക, ഇങ്ങനെ നടക്കല്ലേ, അങ്ങനെ സംസാരിക്കില്ലേ എന്ന് ഉപദേശിക്കില്ലേ മുതിർന്നവർ, അതാണ് ഇതിൽ പറയുന്നത്. ഏക് ദിൻ ഗൽത്തീസെ, ഒരു ദിവസം, ഏക് ദിൻ എന്ന ഒരു ദിവസം, ഗൽത്തീസെ തെറ്റാണ് ഗലത്തി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഗലത്തിനല്ല, ഇപ്പോൾ അറിയാതെ, ഉസ്നെ പൂച്ചിലിയ, ഗുട്ട്ലി എന്ന് പറയുന്ന ആ കുട്ടി ചോദിച്ചു പോയി. പൂച്ചിലിയ എന്ന് പറഞ്ഞാൽ ചോദിച്ചു പോയി. എന്താണ് ചോദിച്ചത്? ക്യൂ, എന്തുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെ ചെയ്യല്ലേ, ഫട്ട് ഫട്ട് മത്ത് ചലോ, മത്ത് ബോലോ, ധം ധം മത്ത് ചലോ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ ഉപദേശിക്കുന്ന സമയത്ത് ഒരു ദിവസം ഗുട്ട്ലിസ് ചോദിച്ചും ചെയ്തു ഇവിടെ ക്യൂ എന്ന് പറഞ്ഞു. എന്തിനെന്ന് ചോദിച്ചു. തബ് ബസ് ഷുറൂ ഹോഗെ, അത് പറഞ്ഞതോടുകൂടെ തുടങ്ങി എന്നാണ് ഇതിൽ ഉദ്ദേശം. ബസ് ഷുറു എന്ന് പറഞ്ഞാൽ തുടങ്ങി എന്നാണ്. ഹോഗെ തുടങ്ങി എന്നാണ് അർത്ഥം. അരെ ചോരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങളെയാണ് ചോരി എന്ന് പറയുന്നത്. ലടുക്കിയിലാണ് ഹിന്ദിയിൽ പെണ്ണുങ്ങളെ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഹരിയാന ആ സ്ഥലങ്ങളിലൊക്കെ, പഞ്ചാബ്, ഹരിയാന ആ ഭാഗത്തൊക്കെ പെൺകുട്ടികളെ ചോരി എന്നാണ് പറയുക. ലോഗ് നാം തോ തേരി മാക്കി ഹി രഖേങ്കെ, ലോഗ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ, നാം തോ തേരി ആ നിൻ്റെ പേര്, മാക്കി ഹി രഖേങ്കെ അമ്മയുടെ അതിലേക്ക് നിൻ്റെ പേര് വെക്കും. അതായത് ഇതിൽ പറയുന്നത് പെണ്ണുങ്ങൾ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി കഴിഞ്ഞാൽ എല്ലാതും അമ്മയുടെ തലയിലാണ് വരിക. അപ്പോൾ അമ്മയുടെ പേരിലാക്കും എല്ലാവരും എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ തേരി എന്ന് പറഞ്ഞാൽ നിൻ്റെ, മാ എന്ന് പറഞ്ഞാൽ അമ്മ, കോഹി റഖേങ്കെ എന്ന് വെച്ചാൽ അമ്മയുടെ പേരിൽ തന്നെ വെക്കുക, റഖേങ്കെ എന്ന് പറയുന്നത്. എന്തെങ്കിലും കുറ്റുണ്ടായാൽ എല്ലാം അമ്മയുടെ തലയിലേക്ക് വരും എന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. കഹേങ്കെ പറയും, കുച്ച് സിഖായ ഹി നെഹി, കഹേങ്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പറയും, കുച്ച് സിഖായ ഹി നെഹി ഒന്നും പഠിപ്പിച്ച് കൊടുത്തിട്ടില്ല. സിഖായ എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ച് കൊടുക്കുക എന്നാണ് അർത്ഥം. ഏസെ ഹി കരേങ്കി ക്യാ, ഏസെ ഹി ഇതുപോലെയാണോ, കരേങ്കി ചെയ്യുക, ക്യാ ചെയ്യും, നീ ചെയ്യും, അപ്പനെ ഘർ ജാക്കർ നിൻ്റെ വീട്ടിലേക്ക് പോയിട്ട് ഇതൊക്കെയാണ് നീ അവിടെ ചെയ്യാൻ പോകുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഗുട്ട്ലി ചോദിച്ചു, ഗുട്ട്ലി പറഞ്ഞു, അപ്നാ ഘർ, എൻ്റെ വീടോ, യഹി തോ മേരാ ഘർ ഹെ, ഇതാണല്ലോ എൻ്റെ വീട്. യഹി തോ എന്ന് പറഞ്ഞാൽ ഇത്, ഹേ മേരാ ഘർ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്. ജഹാ മേ പൈദാ ഹുയി, എവിടെയാണോ ഞാൻ ജനിച്ചത്. ജഹാ എന്ന് പറഞ്ഞാൽ എവിടെയാണോ, മേ ഞാൻ, പൈദാ ഹുയി ഞാൻ ജനനം കൊണ്ടത്. ബുവ ഹസ്കെ ബോലി, ബുവ അച്ഛൻ്റെ സഹോദരി, ഹസ്കെ എന്ന് പറഞ്ഞാൽ പുഞ്ചിരിച്ചുകൊണ്ട്, ബോലി പറഞ്ഞു. അരേ എന്ന് പറഞ്ഞാൽ
അതൊരു എ എന്ന് നമ്മൾ പറയില്ല, അതിനാണ് അരേ എന്ന് പറയേണ്ടത്. ബേവക്കൂഫ്, ബേവക്കൂഫ് എന്ന് പറഞ്ഞാൽ പൊട്ടത്തി. യഹ് ഘർ തോ പറായ ഹെ, എടീ പൊട്ടത്തി, ഇത് നിൻ്റെ അന്യമായ വീടാണ്, ഇത് നിൻ്റെ വീടല്ല, ഇത് വേറെ ഇത് നിൻ്റെ സ്വന്തമായ വീടല്ല, നിനക്ക് വേറൊരു വീടാണ് എന്ന് പറയുന്നത്. ഇനി മുകളിൽ അടുത്ത് വരുന്ന വരികളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് നമുക്ക് വായിച്ച് അതിൻ്റെ ആൻസർ ഒന്ന് നോക്കാം. യൂँ तो बड़ी बुआ गुठली को अच्छी लगती है. പറയുകയാണെങ്കിൽ ബഡി ബുവയെ ഗുട്ട്ലിക്ക് ഇഷ്ടമാണ്. पर उनसे बात करना, പക്ഷേ അവരോട് സംസാരിക്കാൻ ഉസേ കുച്ച് ഖാസ് പസന്ദ് നെഹി, അവരോട് സംസാരിക്കാൻ അത്രയും അങ്ങാണ്ട് ഇഷ്ടമല്ല. ക്യൂ, എന്തുകൊണ്ട്? അപ്പോൾ ഇതിൽ ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിൻ്റെ മുകളിൽ ഞാനിവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇതാണ് അതിൽ ഉത്തരം എന്ന് പറയുന്നത്. നസീഹത്ത് എന്ന് വെച്ചാൽ ഉപദേശം കേൾക്കാനേ തീരെ താല്പര്യമില്ല. ഇപ്പോഴത്തെ കാലം മാറി, ഇപ്പോൾ അങ്ങനെ ഉപദേശത്തോട് ആളുകൾക്ക് അത്ര ഇഷ്ടമല്ല. ഉപദേശം വേണ്ട 4 അടി കിട്ടിയാലും വേണ്ടില്ല, ഉപദേശിക്കേ വേണ്ട എന്നാണ് ഇപ്പോഴത്തെ കാലത്തുള്ള ആളുകളെ സംബന്ധിച്ചോളം. ബാക്കി ലഡ്കിയാ കി തരഹ് തൂ ഭി കിസി ഔർ കി അമാനത്ത് ഹേ. ബാക്കി ലഡ്കിയ എന്ന് വെച്ചാൽ ബാക്കിയുള്ള, ലഡ്കിയ എന്ന് വെച്ചാൽ പെൺകുട്ടികൾ, കി തരഹ് പെൺകുട്ടികളെ പോലെ, തൂ ഭി നീയും, കിസി ആരുടെയോ, ഔർ കിസി ഔർ എന്ന് വെച്ചാൽ ആരുടെയോ, കിവി അമാനത്ത് ഹേ, അമാനത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്ത്. അപ്പോൾ മൊത്തത്തിൽ അർത്ഥം വരുമ്പോൾ ബാക്കിയുള്ള പെൺകുട്ടികളെ പോലെ നീയും മറ്റ് ആരുടെയോ സമ്പത്താണ്. അമാനത്ത് വെച്ചാൽ സമ്പത്താണ്. സ്ത്രീകൾ വിവാഹം കഴിച്ചതിന് ശേഷം മറ്റു വീട്ടിലേക്ക് പോകുമ്പോൾ അത് അവരുടെ ഒരു പുതിയ കുടുംബമായി മാറുന്നു. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സസുറാൽ ഹി തേര അസ്ലി ഘർ ഹോഗ. സസുറാൽ എന്ന് പറഞ്ഞാൽ, സസുർ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ അച്ഛനെയാണ് സസുർ എന്ന് പറയുന്നത്. സസുറാൽ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടുകാർ, അതിനാണ് ഇതിവിടെ ഉദ്ദേശിക്കുന്നത്. സസുറാൽ ഹി തേര എന്ന് പറഞ്ഞാൽ സസുറാൽ ആയിരിക്കും, തേര നിൻ്റേത്, അസ്ലി എന്ന യഥാർത്ഥമായ, നിൻ്റെ യഥാർത്ഥമായ വീട് എന്ന് പറയുന്നത്. ഘർ ഹോഗ യഥാർത്ഥമായ വീട് എന്ന് പറയുന്നത് ആ സസുറാൽ വീടാണ്, ഭർത്താവിൻ്റെ വീട്, അതാണ് നിൻ്റെ യഥാർത്ഥ വീട്. ജയ്സേ ദേഖ്, അച്ഛൻ്റെ സഹോദരി പറയാണ്, ജയ്സേ ദേഖ് ഒന്ന് നോക്ക്. പേദാത്തോ മേഭി, പേദാത്തോ എന്ന് പറഞ്ഞാൽ ജനിച്ചത്, മേഭി ഇസി ഘർമേ ഞാനും ഈ വീട്ടിൽ തന്നെയാണ്. മേഭി എന്ന് പറഞ്ഞാൽ ഞാനും, ഇസി ഘർമേ ഈ വീട്ടിൽ, മേ ഹുയി ഥി എന്ന് വെച്ചാൽ ഞാനും, ഹുയി ഥി എന്ന് വെച്ചാൽ ആയിരുന്നു. ഞാൻ അപ്പോൾ മൊത്തത്തിൽ അർത്ഥം വരുമ്പോൾ പേദാത്തോ മേ ഇസി ഘർമേ ഹുയി ഥി, ഞാനും ജനിച്ചത് ഈ വീട്ടിൽ തന്നെ ആയിരുന്നു. പക്ഷേ അബ് തേരി ഫൂഫാജി കാ, അബ് തേരി എന്ന് വെച്ചാൽ ഇപ്പോൾ, തേരി എന്ന് വെച്ചാൽ നിൻ്റെ, ഫൂഫാജി അമ്മാവൻ, ക ഘർ ഹി അമ്മാവൻ്റെ വീട്, മേരാ ഘർ ഹേ ഞാൻ. അപ്പോൾ മൊത്തത്തിൽ അർത്ഥം വരുമ്പോൾ ഒന്ന് നോക്ക്. പേദാത്തോ ഞാൻ ജനിച്ചത് ഈ വീട്ടിലാണ്, പക്ഷേ ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷം പോയത് നിൻ്റെ അമ്മാവൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ അതാണ് എൻ്റെ യഥാർത്ഥ വീട്, അതാണ് ഇതിൽ പറയുന്നത്. കുച്ച് സംജി, അപ്പോൾ എന്തെങ്കിലും മനസ്സിലായോ എന്നാണ് ഇവിടെ പറയുന്നത്. ഗുട്ട്ലി ടുൻക് കെ ബോലി, ഗുട്ട്ലി അതിനുശേഷം പറഞ്ഞു, മേ നഹി മാന്തി ഞാനിതിന് യോജിപ്പില്ല എന്നാണ് പറയുന്നത്. മാന്തി എന്ന് വെച്ചാൽ അനുസരിക്കുന്നില്ല, ഞാനിത് അനുസരിക്കുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ ഞാൻ അതിന് യോജിക്കുന്നില്ല എന്ന അർത്ഥം വരും. ഓർ ബാഹാർ ചലി ഗൈ, അതിനുശേഷം ബാഹാർ എന്ന പുറത്തേക്ക്, ചലി ഗൈ പോയി, പീछे से പിറകിൽ നിന്ന്, ബുവാ കി ആവാസ്, ബുവ എന്ന് വെച്ചാൽ അച്ഛൻ്റെ സഹോദരി, ബുവ കി ആവാസ് സുനായി ദി, പിറകിൽ നിന്ന്, ആവാസ് എന്ന് വെച്ചാൽ ശബ്ദം, ഒരു ശബ്ദം ഇങ്ങനെ കേട്ടു. ഏതാണ് ശബ്ദം നെക്സ്റ്റ് വരിയിൽ മനസ്സിലാവും. 14 കി ഹോഗൈ, 14 എന്ന് പറഞ്ഞാൽ 14, കി ഹോഗൈ ആയി, അതായത് 14 വയസ്സായി, പർ അകൽ നെഹി ആയി, എന്നിട്ടും തലയിൽ ബുദ്ധിയൊന്നും വന്നിട്ടില്ല, അതായത് തിരിച്ചറിവൊന്നും ആയിട്ടില്ല. അക്കൽ എന്ന് വെച്ചാൽ തിരിച്ചറിവ്, ബുദ്ധി എന്നാണ്, അറിവ്, ജ്ഞാനം എന്നാണ് അർത്ഥമൊക്കെ വരും. നെഹിയായി, ഇത് നെഹിയായി എന്ന് വെച്ചാൽ വന്നിട്ടില്ല. ചോരിക്കോ, ചോരി എന്ന് വെച്ചാൽ ഈ പെണ്ണിന്. അപ്പോൾ മൊത്തത്തിൽ വരുമ്പോൾ അർത്ഥം വരുമ്പോൾ ഈ പെണ്ണിന് 14 വയസ്സായി, എന്നിട്ട് ഒരു തലയിലൊരു ബുദ്ധി ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഇതുവരെ തിരിച്ചറിവ് ഉണ്ടായിട്ടില്ല എന്നാണ് ഇത് പറയുന്നത്. മാ ബോലി, ഇനി അമ്മയുടെ സംസാരം അതിലിടയ്ക്ക് വരുന്നു. മാ ബോലി അമ്മ പറഞ്ഞു, ബച്പന ഹേ ദീദി,
ബച്പന എന്ന് വെച്ചാൽ ബാല്യം, കുട്ടിക്കാലം അല്ലേ എന്ന് പറയുന്നത്. ബച്പന കുട്ടിക്കാലം, ബാല്യകാലം, നമ്മൾ കളിച്ച് നടക്കുന്ന കാലം, അതിനാണ് ബച്പന എന്ന് പറയുന്നത്. ബച്പന ഹെ ദീദി, കുട്ടിക്കാലം ബാല്യകാലമാണ്. ദീദി എന്ന് പറഞ്ഞാൽ ചേട്ടത്തി എന്നല്ലെങ്കിൽ ചേച്ചി, മറ്റേ സഹോദരി എന്ന് പറയുന്നത്. സമജ് ജായകി, കുട്ടിക്കാലമല്ലേ, ഇപ്പോൾ മനസ്സിലായിക്കൊള്ളും. സമജ് ജായകി എന്ന് വെച്ചാൽ മനസ്സിലായിക്കൊള്ളും. മാ കോ ബുവാ കെ സാത്ത്, മാ എന്ന് പറഞ്ഞാൽ അമ്മ, കോ എന്ന് പറഞ്ഞാൽ അമ്മയും, ബുവാ കാ സാത്ത് ബുവ സഹോദരി, അച്ഛൻ്റെ സഹോദരി, ബുവാ കെ സാത്ത് എന്ന് പറഞ്ഞാൽ ഒപ്പം, അമ്മ സഹോദരി അതായത് അച്ഛൻ്റെ സഹോദരിക്കൊപ്പം, സാത്ത് എന്ന് പറഞ്ഞാൽ ഒപ്പം. ദേത്താ ദേഖ് ഗുട്ട്ലി ഗുസ്സെ കെ സാത്ത് ഉദാസ് ഭി ഹോ ഗൈ, അതായത് അമ്മയും അതുപോലെ ഈ ബൂവയും തമ്മിൽ ഈ പറയുന്നതിൻ്റെ അമ്മയും ഇപ്പോൾ പറഞ്ഞല്ലോ. എന്താണ് അമ്മ പറഞ്ഞത് ഇപ്പോൾ ബാല്യകാലമല്ലേ, അത് മനസ്സിലായിക്കോളൂ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ആ കാര്യം ഗുട്ടാലിക്ക് ദേഷ്യം വരുത്തി എന്നാണ്. രണ്ടാളും സപ്പോർട്ടിങ്ങിൽ സംസാരിച്ചു. അപ്പോൾ അർത്ഥം നമുക്ക് വെച്ച് നോക്കാം. മാ കോ ബുവാ കെ സാത്ത്, അമ്മയെ ബുവാ കെ സാത്ത്, ബുവയുടെ ഒപ്പം, സാത്ത് എന്ന് പറഞ്ഞാൽ ഒപ്പം എന്നാണ് അർത്ഥം. ദേഖ് അത് ഒപ്പം കൊടുക്കുന്നത് കണ്ടിട്ട്, ഗുട്ട്ലി ഗുസ്സെ, ഗുട്ട്ലി എന്ന് പറഞ്ഞാൽ ആ കുട്ടി, ഗുസ്സെ എന്ന് പറഞ്ഞാൽ ദേഷ്യം, ഗുസ്സേക്കെ സാത്ത് ദേഷ്യത്തിൻ്റെ ഒപ്പം തന്നെ, ഉദാസ് വിഷമം, ഭി ഹോഗൈ വിഷമവും തോന്നിപ്പോയി അല്ലെങ്കിൽ ആയിപ്പോയി. ഭി ഹോഗൈ എന്ന് പറഞ്ഞാൽ ആയി പോകുക. ഓർ സീഡിയോ പർ, അതിനുശേഷം സീഡിയ എന്ന് പറഞ്ഞാൽ കോണിപ്പടി, പർ ബേട്ട് ഗയിൽ ഇരുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നതാണ് അവിടെ ഇരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വിഷമത്തോടെ ഇരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. സോച്തി രഹി, അതിനുശേഷം ചിന്തിച്ചു. സോച്തി എന്ന് പറഞ്ഞാൽ ചിന്തിച്ചിരുന്നു, രഹി എന്ന് വെച്ചാൽ ചിന്തിച്ചിരുന്നു. ക്യാ യഹ് ഘർ, ക്യാ എന്ന് പറഞ്ഞാൽ ക്യാ യഹ് ഘർ ഉസ്കാ നഹി, അവൾ ചിന്തിച്ചു ഇങ്ങനെ, ക്യാ എന്താണ് ഈ വീട് ശരിക്കും എൻ്റെതല്ലേ എന്ന് ചിന്തിക്കുകയാണ് ഇവിടെ ഗുട്ട്ലി എന്ന് പറയുന്നത്. ഇവിടെ ക്യാ യഹ് ഘർ, എന്താണ് യഹ് ഘർ ഈ വീട്, ഉസ്കാ നഹി അവളുടേതല്ലേ, ക്യാ ഉസ്കെ ആം കെ ക്യാരിയ, ക്യാ എന്താണ് ഉസ്കെ ആം കെ ക്യാരിയ, ആം എന്ന് പറഞ്ഞാൽ മാങ്ങ, ഈ ക്യാരിയ എന്ന് പറഞ്ഞാൽ മാങ്ങയുടെ അടിയിൽ ചട്ടികൾ എങ്ങനെ ക്യാരിയ എന്ന് പറയാം, മാങ്ങ ചട്ടി അതുപോലത്തെ കാര്യങ്ങൾ. ക്യാരിയ വഹ കഭി നെഹി ഖാ പായെങ്കി, അപ്പോൾ ഈ ഗുട്ട്ലിക്ക് ഒരു തോട്ടമുണ്ട്, ബഗീച്ചാനാണ് ഹിന്ദിയിൽ പറയുക. ആ തോട്ടത്തിൽ ഒരുപാട് മരങ്ങളും അതുപോലെ ചെടികൾ നട്ടുപിടിപ്പിച്ചേക്കണ്. അതിൽ ആം എന്ന് പറഞ്ഞാൽ മാങ്ങ മരം നട്ടുപിടിപ്പിച്ചേക്കണ്, മാവ്. അപ്പോൾ അതിൻ്റെ ഫലം കഴിക്കാം, അതിൻ്റെ മാങ്ങ തിന്നാൻ സാധിക്കില്ല എന്ന് ചിന്തിക്കുകയാണ് ഇവിടെ, ആലോചനയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആം ക ക്യാരിയ, ആമിൻ്റെ ക്യാരിയ, ആ മാങ്ങയുടെ ക്യാരിയ അതായത് ചട്ടിയിൽ, വഹ കഭി നെഹി ഖാ പായെങ്കി, കഭി എന്ന് പറഞ്ഞാൽ ഒരിക്കലും, കഭി നെഹി വരുമ്പോഴാണ് അർത്ഥം വരിക. കഭി നെഹി ഒരിക്കലും, ഖാ പായെങ്കി എന്ന് വെച്ചാൽ കഴിക്കാൻ സാധിക്കില്ലേ എന്നാണ് ചിന്തിക്കുന്നത്. ഗുട്ടാലിയുടെ മനസ്സിൽ കൂടെ ഓടി നടക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ചില കുട്ടികൾക്ക് ഇവിടെ കഭി നെഹി, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല കഭി നെഹീന്, അപ്പോൾ ഓരോരോ വാക്ക് കഭീൻ്റെ അർത്ഥം എന്താണ്, നെഹീൻ്റെ അർത്ഥം എന്താണ്, അങ്ങനെ ചിലപ്പോൾ ചില കുട്ടികൾക്ക് അങ്ങനെ തോന്നലുണ്ട്. ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചർമാരോട് ഹിന്ദിയുടെ ഇങ്ങനെ അർത്ഥം നോക്കുന്ന സമയത്ത് ടീച്ചർ ഈ കഭി എന്ന് പറഞ്ഞാൽ എന്താ, നെഹി എന്ന് പറഞ്ഞാൽ എന്താ എന്നൊക്കെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് അർത്ഥം ചോദിക്കുമായിരുന്നു. അപ്പോൾ സെപ്പറേറ്റ് അർത്ഥങ്ങൾ വരുമ്പോൾ അർത്ഥം വരില്ല. സെപ്പറേറ്റ് വാക്ക്, ഈ രണ്ട് വാക്കുകൾ ഹിന്ദിയിൽ ചില വാക്കുകൾ സെപ്പറേറ്റ് ആക്കിയ അർത്ഥം വേറെ ആയി പോകും. അപ്പോൾ അതിൻ്റെ രണ്ടും കൂടുമ്പോഴാണ് മീനിങ് വരിക. ഈ കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തി. ഞാൻ പണ്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ നിങ്ങൾ പറയാൻ കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ഹിന്ദിയിൽ ഓരോന്നും അങ്ങനെ സെപ്പറേറ്റ് ആക്കിയ വേറെ അർത്ഥമാണ് വരിക. ഞാൻ സാധിക്കുന്നിടത്തോളം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ വാക്കിൻ്റെ മീനിങ്ങുകൾ ഞാനിവിടെ എഴുതി നിങ്ങൾക്ക് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്. ഖാ പായകൈ കഴിക്കുക, ഇനി കഴിക്കാൻ സാധിക്കില്ലേ എന്നാണ്. ഉസ്ക കുത്ത, അവളുടെ, കുത്ത എന്ന് പറഞ്ഞാൽ പട്ടി, കുത്ത, ഉസ്ക കുത്ത എന്ന് പറയുന്നത് അവളുടെ പട്ടി. നാനു എന്ന് പറഞ്ഞാൽ ഈ പട്ടിയുടെ പേരാണ് നാനു എന്ന് പറയുന്നത്. ഭി ഉസ്ക നഹി അവളുടേതല്ലേ എന്ന് ചിന്തിക്കുകയാണ്
ആ ഗുട്ട്ലി എന്ന് പറയുന്നത്. ബഗീച്ചെ മേ ഉസ്ക ബനായ് ക്യാരിയ. ബഗീച്ചെ എന്ന് പറഞ്ഞാൽ തോട്ടം. മേ ഉസ്കെ ബനായെ, ഉസ്കി ബനായി എന്ന് പറഞ്ഞാൽ അവൾ ഉണ്ടാക്കിയ, ബനായി എന്ന് വെച്ചാൽ ഉണ്ടാക്കുക, ക്യാരിയ ചട്ടികൾ, മച്ലിയോ എന്ന് പറഞ്ഞാൽ മീനുകൾ, കെ ലിയെ താലാബ് മീനുകൾക്ക് വേണ്ടി, താലാബ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ രീതിയിൽ കുഴി കുഴിച്ചിട്ട് അതിൽ മീനുകൾ ഇങ്ങനെ ഇടൂലേ, അതിന് താലാബ് എന്ന് പറയാം. ക്യാ വേ ഭി ഉസ്കാ നഹി, എന്താണ് വേ ഭി അതും, ഭി എന്ന് പറഞ്ഞാൽ അതും, ഉസ്കാ നഹി അവളുടേതല്ലേ. ഇത് ഗുട്ട്ലി ചിന്തിക്കണ കാര്യങ്ങളാണ്.